ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ, ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വന്നിരിക്കുന്നത് മജിഷ്യനാണ്. ഇന്ന് ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കത്തിനുള്ള സാധ്യത നിങ്ങൾ സ്വയം കണ്ടെത്തുന്നു എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം, നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾക്കായിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം. ആ ഒരു കാര്യത്തിനായിട്ട് നിങ്ങൾ ഒരുപാട് പരിശ്രമിച്ചിട്ട് ഒരു വിജയത്തിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ ചില സ്നേഹപരമായ കാര്യങ്ങൾ, പ്രണയപരമായ കാര്യങ്ങൾ, ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങൾ, കുടുംബത്തിലെ കാര്യങ്ങൾ, എന്തൊക്കെയോ കാര്യങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടി നിങ്ങൾ ഇവിടെ ഒത്തിരി ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. നമ്മൾ എല്ലായ്പ്പോഴും ഒരു കാര്യം ചിന്തിക്കണം. ആഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ട്, എല്ലാം ആഗ്രഹിക്കുക, ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കാം. പക്ഷെ ഈ ആഗ്രഹിക്കുന്നതൊന്നും വന്നു ചേരണമെന്നില്ലല്ലോ, അല്ലെ? എങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് വന്നു ചേരുന്നത്? അതിനായിട്ട് പരിശ്രമം അത്യാവശ്യമാണ്. മനസ്സിലായോ? നമ്മൾ പറയും വാകീറിയ തമ്പുരാൻ ഇലയും കൽപ്പിച്ചിട്ടുണ്ട് എന്ന്. പക്ഷെ അതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? അത് ഏതെങ്കിലും തരത്തിലുള്ള പരിശ്രമം കൂടിയുണ്ട്, അല്ലെങ്കിൽ നല്ല കർമ്മയാണ് എന്നൊക്കെ തോന്നിയാൽ മാത്രമേ, എന്നൊക്കെയുള്ള ആ അനുഭവങ്ങൾ വരുമ്പോഴാണ് പല കാര്യങ്ങളും സാധിച്ചു കിട്ടുന്നത്. അല്ലാതെ വെറുതെ നമ്മൾ ഒരിടത്തിരുന്ന് നമുക്കത് സാധിക്കും, നമ്മൾ എല്ലാം ദൈവത്തിന്റെ സന്തതികളാണ്, ഇങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒന്നും സാധ്യമാവുകയില്ല. അതുകൊണ്ട് ആഗ്രഹങ്ങൾ ഉള്ളിൽ ഉണ്ടാവും, ആഗ്രഹങ്ങൾ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ മുന്നോട്ടുള്ള ജീവിതത്തിന് ഒരു പ്രതീക്ഷയുണ്ടാവൂ, അല്ലെ? എന്ന് പറയുന്നത് പോലെ ആഗ്രഹങ്ങൾ ഉണ്ടാവും. ആഗ്രഹിച്ചത് കൊണ്ട് മാത്രം ഒരു കാര്യവും സാധിക്കുകയില്ല. പക്ഷെ ഈ ആഗ്രഹങ്ങളെ നടപ്പിലാക്കാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കേണ്ടത് അത്യാവശ്യമാണെന്നുള്ളതാണ് ഈ മജിഷ്യന്റെ എനർജി പറയുന്നത്. മജിഷ്യൻ എങ്ങനെയാണ് ഒരുപാട് പ്രയത്നിച്ചിട്ടാണ് പ്രശസ്തിയിലേക്ക് ഉയരുന്നത്. മജിഷ്യൻ നന്നായിട്ട് പരിശ്രമിക്കുന്നുണ്ട്, രാപകൽ അധ്വാനിക്കുന്ന, രാപകൽ പ്രാക്ടീസ് ചെയ്താണ് ഏറ്റവും വലിയൊരു വിജയത്തിലേക്ക് വരുന്ന, ലോകം അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറുന്നത്. എങ്ങനെയാണ് മജിഷ്യൻ? അതിന് പരിശ്രമഫലം കൊണ്ട് മാത്രമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ആഗ്രഹിക്കുന്നത് നേടിയെടുക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കും പരിശ്രമിച്ചു കഴിഞ്ഞാൽ, പരിശ്രമിക്കുകയിൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാം കൈകളെ നൽകിയത്രേ മനുഷ്യനെ പാരിലയച്ചത് ഈശ്വരൻ എന്നറിയാമല്ലോ. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. എന്നെക്കാളും നന്നായിട്ട് നിങ്ങൾക്കായിരിക്കും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അറിയാവുന്നത്. ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോഴ് നിങ്ങൾ പരിശ്രമിക്കുക. പരിശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. മജിഷ്യനെ പോലെ പ്രശസ്തിയിലേക്ക് ഉയരാൻ സാധിക്കും. പ്രശസ്തിയും പദവിയും നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും. അത് നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടെ സത്യമാകുന്നു എന്നാണ് വന്നിരിക്കുന്നത്. അത് ഏതൊരു കാര്യത്തിനായാലും, സാമ്പത്തികപരമായ കാര്യമാണോ, ഫിനാൻസ് പരമാണോ, അതുപോലെ തന്നെ പാഷനേറ്റ് ആണോ, ബുദ്ധിപൂർവം ചിന്തിക്കുന്ന കാര്യങ്ങളാണോ, മറ്റ് പ്രണയസംബന്ധപരമായ കാര്യങ്ങളാണോ, ഇതൊക്കെ നിങ്ങൾ പരിശ്രമിച്ചു കഴിഞ്ഞ് അത് നിങ്ങൾ നേടിയെടുക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ നിങ്ങൾ നേടിയെടുത്തിട്ട് ഒരു ജീവിതത്തിന് ഒരു വിജയം കൊണ്ടുവരുന്നു, ജീവിതത്തിന് ഒരു തുടക്കം കുറിക്കുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. മജിഷ്യന്റെ എനർജി വളരെ നല്ല എനർജിയാണ്. അപ്പൊ ഇത് ഇന്നത്തെ ദിവസം നിങ്ങൾ പല കാര്യങ്ങൾക്കും ഒരു തുടക്കം കുറിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ. കുംഭത്തിലെ ഭരണിയാണ്. ഭദ്രകാളി ദേവിയെ നന്നായി ആരാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരുപാട് സൗഭാഗ്യങ്ങൾ ഉണ്ടാവുന്നതാണ്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് നോക്കാം അടുത്തായിട്ട് ഇനി എന്താണ് നിങ്ങൾക്ക് വരാൻ പോകുന്ന സൗഭാഗ്യം എന്ന് നമുക്ക് നോക്കാം. അടുത്തതായിട്ട് 6 ഓഫ് കപ്സിന്റെ എനർജിയാണ്. കണ്ടില്ലേ? ഇവിടെ നിങ്ങൾക്ക് ചെറുപ്പത്തിൽ തന്നെ നഷ്ടപ്പെട്ട ചില സ്നേഹബന്ധങ്ങൾ തിരികെ വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ചെറുപ്പത്തിൽ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ട ചില ഒറ്റ
സുഹൃത്തുക്കൾ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഒരുപാട് സ്നേഹം തന്നിട്ട് പോയ ചില ആൾക്കാരുണ്ടാവാം നിങ്ങളുടെ ജീവിതത്തിൽ. അവരൊക്കെ നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും തിരികെ ഒരു സ്നേഹത്തിൻ്റെതായ ഒരു മാറ്റവുമായിട്ട് അവർ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പൊ ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്നതാണ്. കപ്പ് എനർജി അല്ലേ, കപ്പ് വാട്ടർ സൈൻ ആണ്, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. ഒരുപാട് ഇമോഷൻസിന് ഒത്തിരി പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒത്തിരി സന്തോഷങ്ങളിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. പഴയ ശത്രുതകളുണ്ടല്ലോ, മുൻപ് നിങ്ങളിൽ നിന്ന് അഥവാ ശത്രുത ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ വൈരാഗ്യത്തോടു കൂടി എന്തെങ്കിലുമൊക്കെ ദേഷ്യത്തോടു കൂടി ഒക്കെ പിന്മാറിയ ചില ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ നിങ്ങളിൽ നിന്നും വീണ്ടും നിങ്ങളോട് അടുത്തുകൂടുന്നു. നിങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞവർ അല്ലെങ്കിൽ പിൻവാങ്ങിയവർ, വേണ്ട ഇനി ഒരിക്കലും ഈ ഒരു സ്നേഹബന്ധം വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ വലിയ വൈരാഗ്യത്തോടുകൂടിയും ശത്രുതയോടുകൂടിയും പിൻവാങ്ങിയ ചില ആൾക്കാർ വീണ്ടും വന്നു ചേരുന്നു. അവരുടെ ശത്രുതയെല്ലാം മാറി നിങ്ങൾ വീണ്ടും ഇവിടെ ഒന്നായി ചേരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് ചില ലവേഴ്സ് തമ്മിലുള്ള റീയൂണിയൻ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഗിഫ്റ്റുകളൊക്കെ കൈമാറിയിട്ട് ഇന്നത്തെ ദിവസം വളരെയധികം സന്തോഷത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അടുത്തായിട്ട് വന്നിരിക്കുന്നത് സ്ട്രെങ്ത് ആണ്. കണ്ടോ, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളെയും നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നിശ്ചയദാർഢ്യമുണ്ടോ? നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്തിട്ടുണ്ടോ? എന്താണ് നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾക്ക് ഇവിടെ കയ്യിൽ ഒതുക്കാൻ സാധിക്കുന്നു, നിങ്ങൾക്കത് നേടിയെടുക്കാൻ സാധിക്കുന്നു. എത്ര വലിയ പ്രതിസന്ധികളെയും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് മറികടന്നിട്ട് അത് നേടിയെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഏറ്റവും വലിയൊരു സിംഹത്തെ തന്നെയും ഇവിടെ പിടിച്ച് മെരുക്കി വെച്ചിരിക്കുന്ന എനർജിയാണ്. അങ്ങനെ ഒരു സിംഹത്തെയും ഒക്കെ മെരുക്കി എടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ അത്ര വലിയൊരു എനർജി ആണ് സിംഹത്തെ എന്ന് കാണിച്ചിരിക്കുന്ന, ഒരു വലിയൊരു എനർജിയാണ്, ഒബ്സ്റ്റക്കിൾ ആണത്. ഏറ്റവും വലിയ ഒബ്സ്റ്റക്കിൾ നിങ്ങൾക്ക് മറികടക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്നതിലപ്പുറത്തുള്ള ഒരു തടസ്സം. അപ്പൊ അങ്ങനെയുള്ള ചില കാര്യങ്ങളെ കൂടി നിങ്ങൾക്കിവിടെ മറികടക്കാൻ സാധിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് വിജയിയാകാൻ സാധിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു. ഐശ്വര്യത്തോടും സമൃദ്ധിയോടും കൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ദിവസം ഇവിടെ കാണുന്നത്. 8 ആണ് നമ്പർ വന്നിരിക്കുന്നത്. ശനീശ്വരന്റെ നമ്പറാണ്. അതുപോലെ തന്നെ അബണ്ടൻസിന്റെ നമ്പറാണ്. ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് സക്സസ് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. സമൃദ്ധിയിലേക്ക് പോകാൻ സാധിക്കും. നമ്മുടെ മുന്നിലുള്ള തടസ്സങ്ങളെ മറികടന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തന്നെയും എന്താണ് നേടിയെടുക്കാൻ പറ്റുന്നത്? സമൃദ്ധിയല്ലേ. അപ്പൊ ഈ ഒരു സമൃദ്ധി, അനന്തമായ ഐശ്വര്യം, ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായോ? അപ്പൊ ഇതുവഴി നിങ്ങൾക്ക് ഈ ഒരു കാര്യം നിങ്ങൾ നേടിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ക്ഷമയുള്ള ആൾക്കാരായിരിക്കണം. ക്ഷമയോടുകൂടിയും സ്നേഹത്തോടുകൂടിയും ദയോടുകൂടിയും അതുപോലെ തന്നെ ഇച്ഛാശക്തിയോടുകൂടിയും മനോദാർഢ്യത്തോടുകൂടിയും ഏതൊരു കാര്യത്തെയും സമീപിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. തീർച്ചയായിട്ടും ക്ഷമയില്ലാത്ത ഒരു വ്യക്തിക്ക് ഒന്നും നേടാൻ സാധിക്കില്ല. ക്ഷമയെന്ന് പറയുന്നത് എന്താണ്? ഈശ്വര ചൈതന്യം കുടിയിരിക്കുന്ന ഒരു 2 അക്ഷരമാണ്. അല്ലാതെ ധൃതി പിടിച്ച ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ ബുദ്ധി വർക്കാവത്തില്ല. മനസ്സിലായത്? നിങ്ങളുടെ ബുദ്ധി വർക്ക് ആവണമെങ്കിൽ നിങ്ങൾ സ്ലോലി ബുദ്ധിപരമായിട്ട് ചിന്തിക്കണം. അപ്പോൾ മാത്രമാണ് അത് അവിടെ വർക്ക് ചെയ്യുന്നത്. ഇവിടെ ധൃതി പിടിച്ച് മുന്നോട്ട് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ എല്ലാം നാശത്തിലാണ് കലാശിക്കുന്നത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കരുത്. ക്ഷമ അത്യാവശ്യ കാര്യമാണ്. അത് ദൈവിക ചൈതന്യം നിറഞ്ഞ 2 അക്ഷരമാണ്. അതുകൊണ്ട് അങ്ങനെ വേണം നിങ്ങൾ ഏതൊരു കാര്യത്തെയും സമീപിക്കുവാൻ. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത്, ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെ പ്രിൻസസ് ഓഫ് വാൻസിന്റെ എനർജിയാണ് ഇന്നത്തെ ദിവസം. കണ്ടില്ലേ? വാൻസ് ഫയർ സൈൻ, ഏരിയസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. ഇവിടെ ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഹാർട്ട് ചക്രയെ മനസ്സിൽ കണ്ടുകൊണ്ട് അവിടെ നിന്ന് ഒരു പച്ച വെളിച്ചം വരുന്നത് പോലെ മനസ്സിൽ കണ്ട് മെഡിറ്റേഷൻ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. ചക്ര മെഡിറ്റേഷൻ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. നിങ്ങളുടെ 4ാമത്തെ ചക്രയല്ലേ, താഴെ നിന്ന് മുകളിലേക്ക് വരുമ്പോഴുള്ള 4ാമത്തെ ചക്രയാണ് ഹാർട്ട് ചക്ര എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ കൊണ്ട് അപ്പർ 3 ചക്രാസ്, ലോവർ 3 ചക്രാസ് ഇതെല്ലാം ആക്റ്റീവ് ആകും. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഒരു ഐശ്വര്യത്തിലേക്ക് കടക്കാൻ സാധിക്കും. നിങ്ങൾ വിചാരിക്കുന്നതൊക്കെ നേടിയെടുക്കാനും അഭിവൃദ്ധിയിലേക്കുള്ള ഒരു വരവ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.
ആരോഗ്യത്തിലേക്ക്, സമൃദ്ധിയിലേക്കൊക്കെ നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് വലിയൊരു മാറ്റമാണ് വരുന്നത്. ഇതുവഴി നിങ്ങൾക്ക് നല്ലൊരു ഹീലറായിട്ട് മുന്നോട്ട് വരാൻ സാധിക്കും. മറ്റുള്ളവർക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും, നിങ്ങൾ നിൽക്കുന്ന ഇടങ്ങളിൽ, നിങ്ങൾ ഉൾപ്പെടുന്ന സമൂഹത്തിലെ ആൾക്കാർക്ക്, അല്ല എങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിലെ ആൾക്കാർക്ക് നിങ്ങൾ മുൻപന്തിയിൽ നിൽക്കുന്ന, അധികാരഭാവത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നു, മറ്റുള്ളവരെ നയിക്കാൻ തക്കതായ ആ ഒരു ബോധം നിങ്ങൾക്കുണ്ടാകുന്നു. അത്രമാത്രം നിങ്ങൾക്കൊരു വിവേചന ശക്തി ഉണ്ടാകുന്നു, തിരിച്ചറിവുകൾ ഉണ്ടാകുന്നു. അതുവഴി മറ്റുള്ളവർക്ക് ഒരു അതോറിറ്റി, ഒരു അധ്യക്ഷ പദവി അലങ്കരിക്കാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു, മറ്റുള്ളവർക്ക് പ്രയോജനം ചെയ്യുന്ന വിധത്തിൽ. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരുപാട് പേരുടെ അനുഗ്രഹങ്ങൾ, അല്ല എങ്കിൽ നല്ല നല്ല വാക്കുകൾ ഒരുപാട് പേരിൽ നിന്നും കേൾക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് 7 ഓഫ് കോയിൻസിന്റെ എനർജിയാണ്. 7 ഓഫ് കോയിൻസ് എന്ന് പറയുമ്പോൾ 7 ഓഫ് പെന്റക്കിൾസ് ആണ്. പെന്റക്കിൾ, എർത്ത് സൈൻ, ടോറസ്, വിർഗോ, ക്യാപ്രിക്കോൺ എനർജി. ഇവിടെ നിങ്ങൾ ആരോ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാമ്പത്തികത്തിന് വേണ്ടി നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. കാരണം ഇത് കുറച്ച് നാളുകൾ കൊണ്ടേ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവാം. ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ളതാവാം. അതുപോലെ തന്നെ നിങ്ങൾ മറ്റേതെങ്കിലും ഒരു കാര്യത്തിലും നിങ്ങളിവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ ചില വ്യക്തികൾ വന്നു ചേരാനാവാം. ക്ഷമയോടുകൂടി നിങ്ങൾ അത് വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സാമ്പത്തികമാകാം, ചില വ്യക്തികളാവാം, ചില സാഹചര്യങ്ങളും ആവാം. ഏതൊരു സാഹചര്യമായാലും നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യുന്നത് പോലെയാണ് കാണുന്നത്. നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് വന്നു ചേരുമോ എന്ന് നമുക്കൊന്ന് നോക്കാം. വന്നിരിക്കുന്ന 10 ഓഫ് സോഡിന്റെ എനർജിയാണ്. അത് നിങ്ങളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റുള്ളവർ നിങ്ങളെ കീഴ്പ്പെടുത്തിയിരിക്കുന്ന ഒരു എനർജിയാണ്. മറ്റുള്ളവരിൽ നിന്നും അപവാദങ്ങൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യുന്ന. അതാണ് നിങ്ങൾക്ക് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. ഇതിൽ നിന്നും ഒരു ഉയർച്ചയാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. മനസ്സിലായി? ഇത് ചിലപ്പോൾ നിങ്ങളുടെ ആരോഗ്യപരമായ കാര്യത്തെ കുറച്ചൊന്ന് താഴേക്ക് അടിച്ചേക്കാം. അതുപോലെ തന്നെ ചിലപ്പോൾ അഭിവൃദ്ധി, സമ്പത്തിൻ്റെതായ അഭിവൃദ്ധിയെ ഇവിടെ ഒന്ന് കുറച്ചിരിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് സമൂഹത്തിൽ ഒരുപാട് നാണം കെട്ട രീതിയിൽ, അഥവാ മറ്റുള്ളവരിൽ നിന്നും അപവാദം കേട്ട് ഒരുപാട് മാനസികമായ വിഷമം അനുഭവിച്ച് കഴിയുന്ന ഒരു സാഹചര്യവും ആയിരിക്കാം. 10 ഓഫ് സോഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 10 വാളുകളാലും കുത്തപ്പെട്ട് കിടക്കുന്ന എനർജിയാണ്. അതായത് മറ്റുള്ളവരിൽ നിന്നും ഏൽക്കപ്പെട്ട പ്രഹരമാണിത്. ഈ ഒരു പ്രഹരത്തിന് നിങ്ങൾ വിചാരിക്കുന്നതിലും ഒത്തിരി വേദന നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവണം. അപ്പോൾ ഇവിടെ നിങ്ങൾ വിചാരിക്കുന്നതിൽ അപ്പുറത്ത്, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്നൊരു ഉയർത്തെഴുന്നേൽപ്പാണ് സംഭവിക്കാൻ പോകുന്നത്. ഇവിടെ ചിലപ്പോൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവാം. സാമ്പത്തികത്തിന് വേണ്ടി ഇവിടെ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവാം. സാമ്പത്തികപരമായി നിങ്ങൾ ചീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവാം. അവിടെ നിങ്ങൾ ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടാവാം, ഫേസ് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് ഇനിയും ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് വരാൻ പോകുന്നത്. ഈ ഇരുളിൽ നിന്ന് ഇവിടെ വെളിച്ചം വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഒരു ഇരുളിലാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത സ്റ്റെപ്പ്, നിങ്ങളുടെ ജീവിതത്തിന്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിനെ മറികടന്ന് മുന്നോട്ട് പോകുന്ന എനർജിയാണ്. അപ്പോൾ നിങ്ങളെ ചതിച്ചവർ, അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ അപവാദം പറഞ്ഞവരുടെ മുൻപിൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു അഭിവൃദ്ധിയിലേക്ക് ജീവിതം കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അത്രമാത്രം നിങ്ങൾക്കൊരു നല്ല ഉയർത്തെഴുന്നേൽപ്പ്, പഴയതിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി മുന്നോട്ട് ജീവിതം സക്സസ് ആയിട്ട് അഭിവൃദ്ധിയിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇവിടെ വന്നിരിക്കുന്ന ഹൈ പ്രീസ്റ്റസ് എനർജിയാണ്. കണ്ടില്ലേ? പലർക്കും ഇൻറ്റ്യൂഷൻ വർദ്ധിക്കുന്ന സമയമാണെന്ന് കാണുന്നുണ്ട്. നിങ്ങളിൽ പലരും ഇൻറ്റ്യൂട്ടീവ് ആണ് എന്ന് കാണുന്നുണ്ട്. ദൈവികമായ എനർജിയിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു. നിങ്ങളുടെ അഡ്വൈസ് തേടി മറ്റുള്ളവർ നിങ്ങളെ കാണാൻ വരുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന എനർജി. ഇവിടെ വന്നിരിക്കുന്ന ഏറ്റവും നല്ലൊരു എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈൻ ഫെമിനിൻ എനർജിയാണ്. ഈ ഒരു എനർജി നിങ്ങൾക്ക് ഒരുപാട് ഉൾക്കാഴ്ച തരുന്ന എനർജിയാണ്. കാരണം ഈ ഒരു സമയത്ത് നിങ്ങൾ മുന്നോട്ട് വരുന്നത് എങ്ങനെയാണ്? നിങ്ങൾക്ക് ഒരുപാട് പാഠങ്ങൾ പഠിച്ചിട്ട്, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളിൽ നിന്നും പല വിധത്തിലുള്ള
പ്രയോഗങ്ങളെയൊക്കെ മറ്റുള്ളവരുടേത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മുന്നോട്ട് വരുമ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് എന്താണ് ഉയർച്ചയിലേക്കുള്ള ഒരു വരവാണ്. ഈ ഉയർച്ചയിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഇവിടെ മെഡിറ്റേഷൻ ചെയ്തിട്ടുണ്ടാവാം, അതുമല്ല എങ്കിൽ ആത്മീയപരമായ പാതയിലൂടെ നിങ്ങൾ മുന്നോട്ട് വരണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവാം. ഭൗതികപരമായ ഒരുപാട് കാര്യങ്ങളെ നിങ്ങൾ ഇവിടെ ഉപേക്ഷിച്ചിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടാവണം. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ആത്മീയപരമായ ഉണർവ് നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉൾക്കാഴ്ച വർദ്ധിക്കുന്ന എനർജിയാണിത്. ഈ ഒരു ഉൾക്കാഴ്ച എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ കഴിയും നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്. നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന എനർജിയാണിത്. അപ്പൊ അതുവഴി നിങ്ങൾക്ക് ജീവിതത്തിലെ അഭിവൃദ്ധിയിലേക്ക് പോകാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യൂ എന്ന്. മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ഉൾക്കാഴ്ച ഉണ്ടാവും, അതുപോലെ തന്നെ ജ്ഞാനദൃഷ്ടി ഉണ്ടാവും, ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടും. അതനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഈ പ്രപഞ്ചം തന്നെ നിങ്ങളെ മുന്നോട്ട് നയിക്കും. മനസ്സിലായോ? അങ്ങനെ ഒരു എനർജിയിലേക്ക് ഇവിടെ ആരൊക്കെയോ നീങ്ങുന്നു എന്നുള്ളതാണ്. നിങ്ങളിൽ പലർക്കും ഈ ഒരു എനർജി സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ഇത് വളരെ നല്ല എനർജിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള എനർജി ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വരുന്നത് ഏറ്റവും നല്ലതാണെന്നാണ് കാണുന്നത്. അപ്പോൾ ഒരുപാട് പേര് ഇവിടെ ദേവിയെ ഭജിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇന്നത്തെ ദിവസം പലരും ലളിതാ സഹസ്രനാമം ജപിക്കണം. രാവിലെ നിങ്ങൾക്ക് ജപിക്കാൻ പറ്റിയില്ലെങ്കിൽ വൈകിട്ടെങ്കിലും വിളക്ക് കത്തിച്ച് നെയ്വിളക്ക് കത്തിച്ച് വെച്ചിട്ട് അതിനു മുൻപിലിരുന്ന് ലളിതാ സഹസ്രനാമം ജപിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. മനസ്സിലായി? നിങ്ങളുടെ കർമ്മ കുറച്ചൊക്കെ എങ്കിലും നീങ്ങിക്കിട്ടും, മനസ്സിന് സന്തോഷം ലഭിക്കും, ധൈര്യം കിട്ടും. അതുവഴി നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിലേക്ക് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് എനിക്കിവിടെ പറയാൻ പറ്റുന്ന ഒരു കാര്യം. അടുത്തതായിട്ട് എംപ്രസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ? ഇന്നത്തെ ദിവസം നിങ്ങളെ മഹാറാണിയെ പോലെ കാണുന്ന ആൾക്കാർ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ദൈവാനുഗ്രഹമാണ് വരുന്നത്. ഈ ഒരു ദൈവാനുഗ്രഹത്തിലൂടെ നിങ്ങൾ ഒരു മഹാറാണിയുടെ പദവിയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ ആണ് വരുന്നത്. അപ്പോൾ തന്നെ എന്താണ്, നിങ്ങൾ ഉയർച്ചയിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കാനും അവരുടെ സ്നേഹം ഇങ്ങോട്ട് ലഭിക്കാനുമുള്ള ഒരു എനർജിയിലേക്ക് നിങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. എംപ്രസ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ മഹാറാണി, ഇവിടെ അത് ഒരു ഡിവൈൻ ഫെമിനിൻ എനർജിയാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുൻപിൽ തലയെടുപ്പോടുകൂടി ഐശ്വര്യത്തോടും സമൃദ്ധിയോടും കഴിയാനുള്ള അനുഗ്രഹം അത് മറ്റുള്ളവരിലേക്കും പകർന്നു കൊടുക്കാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ദേവിയെ ആരാധിക്കുന്ന വ്യക്തികളാണെങ്കിൽ എന്താണ്, മനസ്സിൽ മറ്റ് സ്വാർത്ഥ ചിന്തകളൊന്നും കാണില്ല. സ്വാർത്ഥമായ ചിന്തകൾ ഇല്ലാതെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ ഇവിടെ ഇന്നത്തെ ദിവസം കഴിയുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ പറയാൻ പറ്റുന്നത്. മനസ്സിലായി? അങ്ങനെ വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ. സ്വാർത്ഥമായ ചിന്തകളൊന്നും പാടില്ല. അപ്പോൾ മാത്രമാണ് പ്രപഞ്ചം നിങ്ങളെ ഇഷ്ടപ്പെടുന്ന, പ്രപഞ്ചം നിങ്ങളെ സ്വീകരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് വഴികാട്ടിയാവുന്നത്. അടുത്ത് വന്നിരിക്കുന്നത് കിങ് ഓഫ് കോയിൻസിന്റെ എനർജിയാണ്. കിങ് ഓഫ് കോയിൻസ് എന്ന് പറയുമ്പോൾ ഒരുപാട് സാമ്പത്തികം നിങ്ങളിലേക്ക് ഇന്നത്തെ ദിവസം വരാനുള്ള എനർജിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്പത്തികം നിങ്ങളിലേക്ക് വരുമ്പോൾ ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ചില ചെറിയ ലോട്ടറികളാവാം, അതുമല്ല എങ്കിൽ തരാനുള്ളവരാവാം, അതുമല്ല എങ്കിൽ ജോലി ചെയ്തതിന്റെ കിട്ടാനുള്ളതും ആവാം. എന്തായാലും ശരി, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സമ്പത്തിൻ്റെതായ നല്ല എനർജി നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അങ്ങനെ വന്നാൽ തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവരെ കൂടി സഹായിക്കാൻ ഒരു കിങ് അല്ലേ, കിങ്ങിന്റെ പദവി വരുമ്പോൾ എപ്പോഴും കിങ്ങിന് മറ്റുള്ള തന്റെ പ്രജകളോട് എപ്പോഴും ഒരു സ്നേഹം ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ അവരിൽ നിന്ന് ഉയർച്ചയിൽ നിൽക്കുകയാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കി നടപ്പിലാക്കി കൊടുക്കുന്ന എനർജിയാണ് എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്കും കുറച്ച് ഉയർച്ചയിലേക്ക് വന്നാൽ നിങ്ങൾ മറ്റുള്ളവരെ കൂടി സഹായിക്കുന്ന മനസ്ഥിതി ഉള്ള ആൾക്കാരായി തീരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും സാമ്പത്തികം ധാരാളമായി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ വന്നിരിക്കുന്നത് 4 ഓഫ് കോയിൻസിന്റെ എനർജിയാണ്. 4 ഓഫ് കോയിൻസ് എന്ന് പറയുമ്പോൾ 4 ഓഫ് പെന്റക്കിൾസ്. അപ്പോൾ ഈ 4 ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ പിടിച്ചു വെച്ചിരിക്കുകയാണ്, ഉള്ള സമ്പത്തിനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്, ചിലവാക്കി കളയാതെ. അപ്പോൾ ചിലവാക്കി കളയാതെ പിടിച്ചു വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അത്രമാത്രമേ ഉള്ളൂ, ചുരുക്കമാണ്, ഒരുപാടങ്ങ് ഇല്ല. അപ്പോൾ പിന്നെ അതിനെ വേസ്റ്റാക്കി കളയേണ്ട, അല്ലെങ്കിൽ അതിനെ ധൂർത്തടിച്ച് കളയേണ്ട എന്നുള്ള ചിന്തയോടുകൂടി പിടിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ
പറ്റുന്നത്. അങ്ങനെ ആയാലും നിങ്ങൾ മറിച്ച് ഒന്നുകൂടി ചിന്തിക്കേണ്ടതുണ്ട്. കുറച്ച് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാലും അതിലൊരു പങ്ക് പാവങ്ങൾക്ക് കൊടുക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. പാവങ്ങൾക്ക് കൊടുത്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഹൃദയവിശാലതയോടുകൂടി, നല്ല ഹൃദയത്തോടുകൂടി കൊടുക്കണം, നല്ല സ്നേഹത്തോടുകൂടി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് അതിൻ്റെ ഇരട്ടിയായിട്ട് തിരിച്ചു വരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. മനസ്സിലായോ? മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അല്ല കൊടുക്കേണ്ടത്, നിങ്ങളുടെ സന്മനസ്സോടുകൂടി കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഭിത്തികൾ ആർദ്രമാവുകയും തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ആ ഒരു വൈബ്, മണി വൈബ് നിങ്ങളിലേക്ക് തിരികെ വരും. മനസ്സിലായപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു അഭിവൃദ്ധി ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ബാക്കിൽ വന്നിരിക്കുന്നത് കിങ് ഓഫ് സോഡിന്റെ എനർജിയാണ്. ഇന്നത്തെ ദിവസം നിങ്ങൾ എന്തൊക്കെയോ തുടങ്ങണമെന്ന് ആഗ്രഹിച്ചു വെച്ചിട്ടുണ്ടായിരിക്കാം, ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാവാം, നല്ല ചില തീരുമാനങ്ങൾക്ക് തുടക്കമിട്ടിട്ടുണ്ടാവാം നിങ്ങളിൽ ആരെങ്കിലും ഒക്കെ. അതാണ് ഇവിടെ കാണുന്നത്. അപ്പൊ നമുക്ക് ഇതൊക്കെയാണ് ഇന്നത്തെ എനർജി, ഇന്നത്തെ റീഡിങ് ഇതൊക്കെയാണ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ, ഹൈപ്പ് ചെയ്യാനും മടി വിചാരിക്കല്ലേ. പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.